ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗാണിത്. എൻ്റെ എൻറോൾമെൻ്റ് ഡേയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. LLBക്ക് ഞാൻ പഠിക്കാൻ ചേർന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമാണ് ഈ ഒരു ദിവസം. എൻ്റെ ആദ്യത്തെ LLB വർഷങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിനെ കൊണ്ട് പറ്റൂല, നിർത്തിയാലോ, അങ്ങനെ പല തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇല്ല, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നേടാൻ പറ്റും. നമ്മുടെ കൂടെ നമ്മൾ അത്രയും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എന്തായാലും ദൈവം ഉണ്ടാവും എന്നുള്ളതും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ പരിശ്രമം ഉണ്ട്, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെന്ന്. ജനുവരി 10 എൻ്റെ എൻറോൾമെൻറ്റ്. അതിൽ 3rd സെഷനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അകത്ത് വേറെ വീഡിയോഗ്രാഫർ അങ്ങനെയൊന്നും അലൗഡ് അല്ല. നമ്മുടെ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, അതും അവർ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി നമ്മൾ കാത്ത് നിന്നിട്ട് അതൊന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് ഭയങ്കര വലിയ നഷ്ടമല്ലേ. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണം, വ്ലോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പ്ലാൻ ചെയ്താണ് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് അവർ പറയണത് ഒന്നും പറ്റൂലെന്ന്. അപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി. എന്നാലും ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ച് എടുത്തെടുത്ത പ്രശ്നമൊന്നും ഇല്ലാന്ന് കാണിച്ച് എൻ്റെ അമ്മാവൻ്റെ മോള് ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓത്ത് ടേക്കിംഗ് സെറമണി ആയിരുന്നു. എനിക്കാണെങ്കിൽ ഓത്തെടുക്കുമ്പോൾ ഭയങ്കര ചുമയുന്നു, എന്താ അറിയില്ല. ആ ഓത്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് മാറുകയും ചെയ്തു. ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു. ഓത്തെടുക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ദൈവമേ ആ ഒരു അഡ്വക്കേറ്റ് ആയി എന്നുള്ളൊരു ഇത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റ് എന്താ അറിയില്ല, ഭയങ്കര ആ ഒരു ഫീലിംഗ്സ് എനിക്ക് നിങ്ങളോട് പറയാൻ അറിയില്ല. നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തല്ലായിരുന്നു. അല്ല, അവർ നമ്മുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ട്. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം, എന്നാൽ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഗൈസ്, അങ്ങനെ ഞാൻ ഒഫീഷ്യലായിട്ട് പുണ്യ ജിഷീറായിരിക്കുകയാണ്. എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ ഷെയ്ക്കാൻ്റെ കൊടുക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ടെൻഷനിൽ ഞാൻ ഒന്നും കൊടുത്തില്ല. ഞാൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു നിമിഷം ഇങ്ങനെ സ്റ്റക്കായി നിന്നു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്നോട് ഇങ്ങോട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ താങ്ക് യു എന്ന് പറയണേ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നുണ്ട്. അമ്മ സർട്ടിഫിക്കറ്റ് നോക്കുന്ന സംഭവം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതുകൊണ്ട്, കാരണം അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഞാൻ എൻ്റെ അമ്മേനും അച്ഛനെയും, അമ്മേനെക്കാട്ടുള്ള അച്ഛനെ ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവരും തന്നെ എൻ്റെ എൻറോൾമെൻറ്റേക്ക് അവിടെ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് വന്നെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവരെയും എനിക്ക്, പക്ഷേ അവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം സ്നേഹം എല്ലാം എൻ്റെ കൂടെ ആ നിമിഷം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ എൻറോൾമെൻറ്റിന് നമ്മളുടെ കൂടെ 4 പാസേ കിട്ടുള്ളൂ, 4 പേര് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടും കയറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടും പുറത്ത് അത്രയും നേരം ആ 2 മണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്ത് ഇവരെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കറിയില്ല, അതുപോലെ തന്നെ വരണം എന്ന് കുറേ ആഗ്രഹിച്ചവർ കുറേ പേരുണ്ട്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ ഇവരുടെ സ്ഥലത്തില്ലാണ്ടിട്ടൊക്കെ വരാൻ പറ്റാത്ത ഇതുണ്ട്. എൻ്റെ അമ്മാവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മാവൻ ഒരു വക്കീലാണെന്ന്. പക്ഷേ അമ്മാവൻ അതാവാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അമ്മാവൻ കരയാണ്, എന്തെങ്കിലും കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോൾ എനിക്ക് അറിയാതെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വന്ന് എനിക്ക് ഫ്ലവറും ഇതൊക്കെ തന്നപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് എനിക്കൊരു വലിയ ബൊക്കെ ഗിഫ്റ്റ് തന്നായിരുന്നു. അതുപോലെ ഒരു വാച്ച്, എനിക്ക് എൻ്റെ എൻറോൾമെൻറ്റിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്ന സമയത്തൊക്കെ എൻ്റെ കണ്ണിങ്ങനെ നിറയായിരുന്നു. എൻറോൾമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം. ഇനിയാണ് ശരിക്കുള്ള ഒരു സ്ട്രഗിൾസ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യണത്. ഇനിയുള്ള എൻ്റെ ഈ ഒരു കരിയർ ലൈഫിലും എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം സ്നേഹം എൻ്റെ കൂടെ ഉണ്ടാവണം. ഒരു വുഡൻ്റെ സംഭവം എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് ചെയ്തു തന്നാണ്. അവൾ ഉണ്ടാക്കിയതാണ്. ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട ആരതി ഉണ്ടാക്കിയ സാധനമായിരുന്നു അത്. കൂടുതൽ ഈ എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം സമ്മാനമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.